സലീം പടവൂർ, ഇപ്പോൾ വഖഫ് മന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞു മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ്, അത് നിലനിർത്തും എന്ന്, അല്ലേ? ഇന്നിപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം പോയി നമ്മുടെ വയനാട്ടിലെ ഈ വഖഫിൻ്റെ വാറോല കിട്ടിയവരെ ആശ്വസിപ്പിക്കുകയാണ് പി ജയരാജൻ. സർക്കാർ ചേർത്ത് നിർത്തും, സംസ്ഥാന സർക്കാരിനെ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, കേന്ദ്ര സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റില്ല, BJP മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്ന്. തിരുവനന്തപുരത്തിരുന്ന് ബിനോയ് വിശ്വം പരിഹസിക്കുകയാണ്. അതായത് മുനമ്പത്തെ ജനതയെ, ആ കഷ്ടപ്പാട് അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന ജനതയെ ചേർത്ത് പിടിച്ചവരെ കാണാൻ പോയതിനെ തീർത്ഥയാത്ര എന്ന് പറയുന്നു, വർഗീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ് എന്ന് പറയുന്നു, വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണെന്ന് പറയുന്നു. നിങ്ങൾക്കോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ RV ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് ഇന്നലെ ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നമല്ലല്ലോ. കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ പ്രശ്നത്തിൽ പെട്ടുകിടക്കുകയാണ് ഒരു ജനത. എന്നിട്ട് ഇപ്പോൾ പറയുന്നു ഞങ്ങളിതാ ഇപ്പോൾ അങ്ങ് തീർക്കും, ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കും, എളുപ്പത്തിൽ തീർക്കും എന്ന് പറയുന്നു. വീണ്ടും വീണ്ടും അവരെ കബളിപ്പിക്കുകയല്ലേ. നിങ്ങളൊന്നും ചെയ്യണ്ട, അവരുടെ പ്രക്ഷോഭത്തെ അതിൽ ഒരു അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ അതിനൊരു ഉദ്ദേശമുണ്ട് എന്ന് മനസ്സിലാക്കി ആ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം നൽകുന്നവരെ പരിഹസിക്കുന്ന എന്തിനാ? ഇവിടെ ഈ പ്രശ്നം ചരിത്രം ഒന്ന് പഠിക്കേണ്ടതുണ്ട്. ഇത് 1960-കളിലെ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് കോടതിയിൽ, പറവൂർ കോടതിയിൽ എല്ലാവർക്കും അറിയാം. പറയട്ടെ, ഞാൻ പറയുന്നതിന്റെ ഇടയ്ക്ക് തടസ്സപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ ചർച്ച ചെയ്യും. എനിക്കുള്ള സമയം കുറച്ചുള്ളൂ, അതെനിക്ക് എതിർപ്പില്ല. പക്ഷെ ഞാൻ പറയുന്നത് തന്നെ പൂർണ്ണമാക്കാൻ. 1960-കളിൽ പറവൂർ കോടതിയിലും മറ്റും കേസ് വരികയും നിയമക്കുരുക്കുണ്ടായപ്പോൾ അവിടെ കടലിന്റെ മക്കളാണ് ജീവിക്കുന്നത്. ഓരോ പ്രാവശ്യവും കടല് ഭൂമി എടുക്കുന്നു, വീണ്ടും കടല് തിരികെ കൊടുക്കുന്നു. അങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇവരെ ഒഴിപ്പിക്കാനുള്ള ഒരു ശ്രമം അന്നത്തെ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് ഈ കിട്ടിയ വഖഫ് ഭൂമിയാണെന്ന് വന്ന് ശ്രമിച്ചപ്പോൾ, നിങ്ങൾ അറിയാത്തൊരു ചരിത്രം, 1960-കളിൽ ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. പട്ടം താണപ്പിള്ള മുഖ്യമന്ത്രി, അന്നത്തെ റവന്യൂ മന്ത്രി, പിന്നീട് വടകരയിൽ നിന്ന് MLA ആയ മന്ത്രിയായ K. ചന്ദ്രശേഖരൻ. പട്ടം താണപ്പിള്ളയും K. ചന്ദ്രശേഖരനും അവിടെ വരികയും സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അന്ന് ആ സമരത്തിൽ പങ്കെടുത്ത സീനിയർ അഭിഭാഷകൻ തമ്പാൻ മുസാറുമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസത്തിന്റെ ചരിത്രം ഒന്നുകൂടെ വിശകലനം ചെയ്തു. അപ്പൊ അന്ന് ആ സമരത്തിന് ക്രിസ്ത്യാനികളും ഹിന്ദു സമുദായക്കാരും മുസ്ലിങ്ങളും, ഒരു ഇബ്രാഹിം, ഹംസ എന്നൊക്കെ തുടങ്ങിയ ധാരാളം മുസ്ലിങ്ങൾ ആ സമരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം എന്നോട് പറയുന്നത്. ഇവരെ ഒന്നിച്ചാണ് ഈ വഖഫ് നിയമത്തിന്റെ പേരിൽ അവിടെ നിന്ന് കുടിയിറക്കിനെതിരെ കടലിന്റെ മക്കൾ അവിടെ ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്തത്. അവിടെ ജോർജ് ഫെർണാണ്ടസ് വന്നു ആ സമരത്തിന്. ദീർഘകാലം ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് അവിടുത്തെ സോഷ്യലിസ്റ്റ് പാർട്ടിയായിരുന്നു. അങ്ങനെയാണ് പട്ടം താണപ്പിള്ള വന്ന് അവിടെ ഉള്ള ആളുകൾ ഒഴിപ്പിക്കില്ല. റവന്യൂ മന്ത്രിയായിരുന്നു ചന്ദ്രശേഖരൻ വന്നു. ഇവർ രണ്ടുപേരും വന്നുകൊണ്ട് നിങ്ങളെ ഒഴിപ്പിക്കില്ല, നിങ്ങൾ ഇവിടെ തുടരണമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നികുതി അടയ്ക്കാനും പട്ടയത്തിനൊക്കെ ഉള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത് 67-ലെ ഗവൺമെന്റ് ആണ്. പട്ടം താണപ്പിള്ളയും അന്നത്തെ റവന്യൂ മന്ത്രിയായ ചന്ദ്രശേഖരനുമാണ്. അത് മറന്നുപോകരുത്, ഒരു ചരിത്രം അവിടെ അതാ ഞാൻ പറഞ്ഞത്, അതറിയാത്ത ചരിത്രമാണ്. അപ്പോ അതിനുശേഷം വീണ്ടും ഈ പ്രശ്നം പൊങ്ങി വന്നിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ തന്നെ ഈ നിലവിലുള്ള സാഹചര്യത്തിൽ കേരളത്തിലെ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും, പ്രത്യേകിച്ച് ഇതിന്റെ കക്ഷികൾ എന്ന് പറയുന്ന ഇസ്ലാം മതത്തിന്റെ നേതാക്കൾ പലരുമായി ഞാൻ സംസാരിച്ചു. അപ്പൊ അവരൊക്കെ എങ്ങനെയുണ്ട് ഈ ഭൂമിയുടെ ചുറ തീർത്തുകൊണ്ട് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കാൻ എന്താണ് മാർഗമെന്ന് എല്ലാവരും ചിന്തിക്കുന്നത്. വളരെ അപൂർവ ഒറ്റപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇതിന്റെ നിയമപ്രശ്നത്തുമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും ഇത് വഖഫ് ഭൂമി അല്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട്, വഖഫ് ഭൂമിയാണെന്ന് വന്നാൽ കൂടുതൽ നിയമക്കുരുക്കുണ്ട്. അപ്പൊ ഇത് വഖഫ് ഭൂമി അല്ല എന്നും ഇതൊക്കെ തന്നെ ഇവർക്ക് കൊടുക്കേണ്ടതാണെന്നും അതിന്റെ നിയമക്കുരുക്ക് തീർക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. ഇവിടെ BJP എന്താ ശ്രമിക്കുന്നത്? BJP ഇതിനെ എങ്ങനെയുണ്ട് കത്തിച്ചു നിർത്താം. ഈ പ്രശ്നം ഒരിക്കലും തീർക്കാൻ BJP സമ്മതിക്കില്ല. ഇവിടെ BJPയുടെ സംഘപരിവാറിന്റെ ആളുകൾ എന്തൊക്കെ സർക്കാർ പരിഹാരത്തിന് ശ്രമിച്ചാലും എനിക്ക് ഉറപ്പാണ് ആ പരിഹാര ശ്രമങ്ങൾ അവസാനിപ്പിക്കാനാണ് നിയമ ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നത്. നിങ്ങൾ അല്ല നിയമ ഈ പ്രശ്നം കത്തിച്ചു നിർത്തിയിട്ട് BJPക്ക് എന്ത് കിട്ടാനാ? അതാണ് ഇവിടെ വേണ്ടത്. BJPക്ക് ഇവിടെ ഒരു പുതിയ രാഷ്ട്രീയ ധ്രുവീകരണമാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ ഗവൺമെന്റ് ശ്രമിച്ചാലും എന്തൊക്കെ ചെയ്താലും ഇതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഈ പാവങ്ങളെ കരുവാക്കിക്കൊണ്ട് സമരം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ മതേതര സംവിധാനത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവിടെയുള്ള ഒരാളും ഇറങ്ങിപ്പോയാൽ അതിനെ തടയാനും ആർക്കെങ്കിലും അവിടെ ഒഴിയേണ്ടി വന്നാൽ അതിനു വേണ്ടിയുള്ള എല്ലാ സംരക്ഷണവും കൊടുക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് ഗവൺമെന്റ് മീറ്റിംഗ് വിളിച്ചല്ലോ. മുഖ്യമന്ത്രി 22-ാം തീയതി മീറ്റിംഗ് വിളിച്ചിരിക്കുന്നു. ഇതൊരു വഖഫ് ആധാരമായിട്ട് പരിഗണിക്കാൻ കഴിയില്ല എന്ന് മിക്ക മുസ്ലിം സംഘടനകളും നിലപാടെടുത്തിരിക്കുന്നു. ഇതൊരു വഖഫ് ആധാരമല്ല. കാരണം വഖഫ് നിയമത്തിന് വിരുദ്ധമായ
ക്ലോസുകൾ അതിലുണ്ട്. അത് അപ്പൊ പരിഗണിക്കാതെ അങ്ങനെയാണെങ്കിൽ ആദ്യം അബ്ദുറഹ്മാനെ തിരുത്തുവോ? എങ്ങനെ അബ്ദുറഹ്മാനെ തിരുത്തുവോ? അബ്ദുറഹ്മാനല്ലേ അല്ല, നിയമസഭയിൽ അല്ല. പറഞ്ഞത്? സലിം അല്ല മടവൂര് അല്ല അബ്ദുറഹ്മാൻ പറഞ്ഞതല്ല ഞാൻ പറയുന്നത്. ഇവിടെ അബ്ദുറഹ്മാൻ പറഞ്ഞു. പിന്നെ അബ്ദുറഹ്മാൻ സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു അംഗമല്ലേ, മന്ത്രിയല്ലേ? അബ്ദുറഹ്മാൻ പറയുന്നതല്ലേ മുഖവിലൊക്കെ എടുക്കേണ്ടത്? പറയട്ടെ, കേരളത്തിന്റെ മന്ത്രിക്ക് നിസാർ കമ്മീഷന്റെ റിപ്പോർട്ടും കോടതി ഉത്തരവുകളും വെച്ചുകൊണ്ട് മാത്രമേ മന്ത്രിക്ക് സംസാരിക്കാൻ കഴിയൂ. ഞാൻ പറയട്ടെ നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെയാ? അല്ല, ഗവൺമെന്റിന് മുമ്പിലുള്ള ഫയൽ വെച്ചാണ് മന്ത്രിമാർക്ക് സംസാരിക്കാൻ സാധിക്കുക. ഞാൻ ഇവിടെ പറഞ്ഞത്, ഞാൻ ഇപ്പോൾ പറയുന്നത്, ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, അബ്ദുറഹ്മാൻ നിയമസഭയിൽ പറഞ്ഞത് അത് വാസ്തവ വിരുദ്ധമാണോ? നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? അല്ല, അബ്ദുറഹ്മാൻ ഇവിടെ പറഞ്ഞത് നിസാർ കമ്മീഷന്റെ റിപ്പോർട്ട് കൊടുക്കുന്നു, കോടതികളുടെ ഉത്തരവ് കാണുന്നു, ആ ഉത്തരവൊക്കെ വെച്ചിട്ട് അത് നിയമസഭയിൽ അല്ല മാറ്റം വരുത്താനാണല്ലോ മുഖ്യമന്ത്രി മീറ്റിംഗ് വിളിച്ചത്. നിങ്ങൾക്ക് അതാണ് അനിൽ നമ്പ്യാരെ നിങ്ങളെ പ്രശ്നം. നിങ്ങൾക്ക് ജനം ടിവിക്കും BJPക്കും ഒക്കെ ആവശ്യം അത് അവിടെ ഇങ്ങനെ കത്തിച്ച് നിർത്തണം. നിങ്ങൾ ആ പരിഹരിക്കാൻ തടസ്സപ്പെടുത്തരുത്. പരിഹരിക്കട്ടെ, ആ പാവങ്ങൾ അവിടെ ജീവിക്കട്ടെ. BJP രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിക്കോളൂ, പക്ഷേ ആ പാവങ്ങളെ വഴിയാധാരാക്കിയല്ല, അവരവിടെ ജീവിക്കണം. അവർക്ക് സുരക്ഷിതത്വം. ഇന്നലെ കെ സുരേന്ദ്രന്റെ പ്രസ്താവന എന്താണ്? കൽപ്പാത്തിയിലും ധോണിയിലും ഒക്കെ വഖഫ് ഭൂമിയുണ്ട്. അതോടുകൂടി എവിടെ ഉള്ളത് പറയട്ടെ, എവിടെ ഉള്ളത്? ഏത് സർവേ എവിടെ ഉള്ളത് പറയൂ. ഇല്ല എന്ന് തെളിയിക്കുക നിങ്ങള്. അതാണ് പറഞ്ഞത്. അല്ല, നിങ്ങൾ കൽപ്പാത്തിയിലെ സാധാരണ ജനങ്ങളുടെ ഭൂമിയുടെ വില ഇല്ലാതാക്കാണ്. ആ ഭൂമി ആളുകൾക്ക് സംശയം ഉണ്ടാക്കുകയാണ്. ആ ജനങ്ങളോട് നിങ്ങൾ മാപ്പ് പറയണം. ഇനി കൽപ്പാത്തിയിലുള്ള ഒരാൾക്ക് ഭൂമി വെക്കാൻ സാധിക്കുമോ? നിങ്ങൾ പറഞ്ഞ സുരേന്ദ്രന്റെ പ്രസ്താവന കഴിയുമ്പോൾ ആളുകൾ ചോദിക്കൂലേ, എന്തൊരു സ്നേഹം. അല്ല, സ്നേഹം ഉണ്ടല്ലോ, കേരളത്തിൽ എല്ലാ ജനങ്ങളോടും സ്നേഹമുണ്ട്. ഞാൻ എന്നാ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒറ്റ കാര്യം ഒരു മിനിറ്റ് ഒറ്റ കാര്യം. സലിം മടവൂരെ, ഇടതു മുന്നണിയിൽ ആരെങ്കിലും ആ മുനമ്പത്ത് അവർ 10-20 ദിവസമായി അവിടെ നിരാഹാര സമരം നടത്തില്ലേ? നിങ്ങൾ പറയുന്നു ഇതൊക്കെ പെട്ടെന്ന് പരിഹരിക്കാവുന്ന പ്രശ്നമാണ്. ഇടതു മുന്നണിയുടെ ഏതെങ്കിലും ഒരു പ്രാദേശിക നേതാവെങ്കിലും അവിടെ പോയിട്ട് അവർ ആ സമരം ഇരിക്കുന്നവരെ കണ്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങളെ ഒന്നും ഇറക്കി വിടില്ല, ഇത് BJP ഇങ്ങനെ വർഗീയത കളിക്കുകയാണ്, അല്ലെങ്കിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണ്, നിങ്ങൾ അതിലൊന്നും വീഴരുത് എന്ന് പറയാനുള്ള ആർജവം ഈ നിമിഷം വരെ ഇടതുമുന്നണിയുടെ ഏതെങ്കിലും ഒരു നേതാവിനുണ്ടായിട്ടുണ്ടോ? പോട്ടെ, കഴിഞ്ഞ ദിവസം ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരുന്നല്ലോ കൊച്ചിയിൽ. അവിടുന്ന് മുനമ്പത്തേക്ക് എത്രയാ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹമൊക്കെ ആക്കിയിട്ട് എത്രയും പെട്ടെന്ന് ഒരു 10-20 മിനിറ്റ് കൊണ്ട് അവിടെ എത്താം അല്ലേ? സമരപ്പന്തലിൽ നിങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആ സമരപ്പന്തലിൽ ഒന്ന് പോയി ആ സമരം നടത്തുന്നവരെ കണ്ട് ആശ്വസിപ്പിക്കല്ലേ വേണ്ടത്. നിങ്ങൾ എന്താ അത് ചെയ്യാത്തത്? എന്താ ചെയ്യാത്തത്? ചോദ്യങ്ങൾക്ക് മറുപടി തന്നാൽ മതി. കൽപ്പാത്തി പൂർത്തീകരിക്കാതെ നിങ്ങൾ ഇങ്ങോട്ട് ആയിക്കോട്ടെ. ഇന്നലെ പരിശുദ്ധ പിതാവുമായിട്ട് വരാപ്പുഴ അതിരൂപതയുടെ പരിശുദ്ധ പിതാവുമായിട്ട് മുഖ്യമന്ത്രി ചർച്ച നടത്തി, സമരസമിതിയുമായിട്ട് ചർച്ച നടത്തി. അത് 28-ന് വെച്ച മീറ്റിംഗ് 22-ലേക്ക് മാറ്റിയിരിക്കുന്നു. ഇനി എത്രയും പെട്ടെന്ന് അവരോടൊക്കെ ഉറപ്പ് കൊടുത്തു, ഒരാളെ ഇറക്കി വിടില്ല, നിങ്ങൾക്ക് ഒരു പ്രയാസവും ഉണ്ടാവില്ല, നിങ്ങളെ സംരക്ഷിക്കും. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി നിങ്ങൾ ഒരാളെയും ഇറക്കി വിടില്ല, ഈ ഗവൺമെന്റ് സംരക്ഷിക്കും. ഇവിടെ ഈ വഖഫിന്റെ ആനുകൂല്യം കിട്ടേണ്ട കേരളം ഭരിക്കുന്നു സലീം മടവൂർ. അല്ല, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഇവിടെ ഇതിന്റെ വഖഫിന്റെ ആനുകൂല്യം കിട്ടേണ്ട ഈ വിവിധ ഇസ്ലാം മത സംഘടനകൾ പറയുന്നു ഞങ്ങൾക്ക് ആ ഭൂമി വേണ്ട, ഈ ഭൂമി ഈ പാവങ്ങൾക്ക് കൊടുക്കണം, അതിനെന്ത് ചെയ്താലും ഞങ്ങളുടെ പിന്തുണയേണ്ടത് അവർ പറയുന്നു. അവരവിടെ പോവുകയും ചെയ്തു. ഇവിടെ പല ആളുകളും പോയി. ആ സമരത്തിൽ ഒരു പ്രശ്നമുണ്ട്. ആ സമരത്തിന്റെ കൺട്രോൾ ഒരു ഭാഗത്ത് BJPയുടെ കൈകളിൽ, അല്ലെങ്കിൽ BJP അതിനെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവിടെയുള്ള ആളുകൾ സത്യം മനസ്സിലാക്കും. അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ ഇപ്പൊ തന്നെ നമ്മൾ സംസാരിച്ചപ്പോഴായിരിക്കും പലരും അവിടുത്തെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഇടപെടൽ ഈ കേസിൽ, പറവൂർ കോടതിയുടെ കേസിൽ, അന്നത്തെ കേസിൽ പ്രത്യേകം പറയുന്നു സോഷ്യലിസ്റ്റ് പാർട്ടി, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് നോട്ടീസ് അയച്ചെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് ആ സമരത്തിന്, അന്നത്തെ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് ആ സമരത്തിന് മുഖ്യമായ നേതൃത്വം കൊടുത്തത്. അത് മറന്നു പോകരുത്. ഇവിടെ ഇപ്പോഴാണ് BJP വന്നത്. അന്ന് ഇറക്കി വിടാൻ കോടതി വിധിയുള്ള സമയത്ത് അവരെ സംരക്ഷിച്ച് നിർത്തി, അവർക്ക് പട്ടയം കൊടുത്ത്, അവർക്ക് കരമടയ്ക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത്. ഇതൊക്കെ ബോധ്യപ്പെടുത്തണ്ടേ മുനമ്പത്തെ ജനങ്ങളെ? എന്താണ് ഇടതുമുന്നണിയുടെ നേതാക്കന്മാരൊന്നും അങ്ങോട്ട് പോവാതിരുന്നത്? ശ്രീ സലീം മടവൂർ, നിങ്ങൾക്ക് എന്താ? അല്ല, ഒരു ഒറ്റ കാര്യം, നിങ്ങളുടെ കയ്യിൽ ഈ ആയുധങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഇപ്പോൾ BJP ഓരോ ദിവസം ഇപ്പോൾ RV ബാബു, മറ്റ് ശശികല ടീച്ചർ, ഇവരൊക്കെ അവിടെ പോന്നു. അവിടെയല്ലേ നിങ്ങൾ ഇടപെടേണ്ടത്? പോയി അവരെ ബോധ്യപ്പെടുത്തണ്ടേ? ഇതാ പണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെയാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ നിങ്ങളെ സഹായിച്ചത്, ഞങ്ങളുടെ പാർട്ടിയുടെ. എന്തുകൊണ്ട് സലിം മടവൂർ പോയില്ല?
നിങ്ങൾക്ക് പോവാനോ? അല്ല അല്ല ഈ സമയത്ത് അവിടെ ഒരു വിഷയത്തില് ആഹാ. കേരളത്തിലെ ഗവൺമെന്റ് പരിഹാരത്തിന് ശ്രമിക്കുന്നു. നമുക്ക് എറണാകുളത്ത് നിങ്ങൾ പറയുന്നത് പോലെ പെട്ടെന്ന് നിൽക്കുന്ന സ്ഥലമല്ലല്ലോ. അപ്പൊ സ്ഥലം അവിടെ എം എൽ എ പോലും വൈപ്പിൻ MLA പോലും അവിടെ തപ്പിയിട്ട് കാണുന്നില്ല എന്നാണ്. ഞങ്ങൾ അവിടെ പോയി ചർച്ച നടത്തിയിരുന്നു, ഞങ്ങൾ അവരെ കണ്ടിരുന്നു. അല്ല ഞങ്ങള് അവിടെ രാഷ്ട്രീയ മുതലെടുപ്പിനൊന്നും അല്ല പോയത്. അവിടെ ഒരു 610 കുടുംബങ്ങൾ അവിടെ നിരാഹാരം ഇരിക്കുന്നു. അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവരുടെ ദുരിതം എന്താണ് എന്നറിയാൻ ഉത്തരവാദപ്പെട്ട ഒരു മാധ്യമം എന്നതിൽ വേറെ ഒരാളും പോയിട്ടില്ല. ഇവിടെ ഒരു വണ്ടിക്ക് കുറുകെ നായ ചാടിക്കഴിഞ്ഞാൽ സംവാദം നടത്തുന്ന ആൾക്കാരാണ് മറ്റു മാധ്യമങ്ങളൊക്കെ, മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് അവകാശപ്പെടുന്നവർ. എന്തുകൊണ്ട് അവരൊന്നും പോയില്ല? ഞങ്ങൾ അവിടെ പോയി അവരാരും കാണുന്നില്ല സാർ. നിങ്ങൾ പറഞ്ഞ ഈ വർഗീയ മുതലെടുപ്പ് അവിടെ കാണുന്നില്ല. RV ബാബു ഒക്കെ അവിടെ നെഞ്ചു വിരിച്ചാണ് സംസാരിച്ചത്. RV ബാബു ഒക്കെ സംസാരിച്ച സമയത്ത് അവിടെ കൂടിയിരുന്നവരെല്ലാം കൈയടിച്ചു. അല്ല, നിങ്ങൾ പറഞ്ഞ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വർഗീയത കളിക്കുകയാണ്, അല്ലെങ്കിൽ ഇതിൽ വർഗീയതയുണ്ട് എന്നൊക്കെ ആളുകളെ വീണ്ടും പറഞ്ഞ് പറ്റിക്കാൻ നിങ്ങൾക്ക് ഈ ആയുധങ്ങളൊക്കെ ഇറക്കാം. പക്ഷെ അതൊന്നും അവിടെ യേശില്ല. അതുകൊണ്ടാണ് സലിം മടവൂർ, താങ്കൾ ഉൾപ്പെടെയുള്ള ഒരൊറ്റ ഇടതുമുന്നണി നേതാവും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരുന്നത്. ഭയം കൊണ്ടാണ്, ഭീരുത്വം കൊണ്ടാണ്.